Good morning all. നമുക്ക് ഇന്നത്തെ ക്ലാസ് പറയാനുള്ളത് ഹീറ്റ് ഫ്ലോ ത്രൂ റെക്ടാങ്കുലർ ഫിൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിൻസ് എന്താണെന്ന് പറഞ്ഞു, ഫിൻസിൻ്റെ ടൈപ്പ് പറഞ്ഞു. ഇനി പറയാനുള്ളതാണ് ഹീറ്റ് ഫ്ലോ ത്രൂ റെക്ടാങ്കുലർ ഫിൻസ്. ഓക്കെ, നമ്മൾ റെക്ടാങ്കിൾ ഫിൻസ് സെലക്ട് ചെയ്യുന്നു. അതിലൂടെയുള്ള ഫിന്നിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റും അതുപോലെ അതിലെ ടെമ്പറേച്ചർ ഡിഫറൻസുമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 2-3 കണ്ടീഷൻസ് എടുക്കുന്നുണ്ട്. 2-3 കണ്ടീഷൻസ് പറയുന്നുണ്ട്, അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് എടുക്കുന്നുണ്ട്. ഓരോ കണ്ടീഷൻ്റെയും ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അതാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. ഇതിൽ പറയുന്നത് ഫിഗർ 1.25 ഷോ എ റെക്ടാങ്കുലർ ഫിൻ ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ഹാവിങ് എ ടെമ്പറേച്ചർ TB അറ്റ് ദ ബേസ് ആൻഡ് the surrounding atmosphere temperature T infinity. The assumption made for the analysis of heat flow through fins. അപ്പോൾ അവർ ഇങ്ങനൊരു സെക്ഷനാണ് എടുത്തിട്ടുള്ളത്. ഒരു ബേസ് ഉണ്ട്, അതിൽ നിന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഫിൻസ് ഉള്ളത്. ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ ചെറിയൊരു സെക്ഷൻ അവരെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു നോക്കാം. ബേസ് ടെമ്പറേച്ചർ TB ആണെന്ന് പറഞ്ഞിട്ട്, അതേപോലെ x = L ഡിസ്റ്റൻസിലാണ് ആ ഒരു ഫിൻ എടുത്തിട്ടുള്ളത്. അതുപോലെ X ഡിസ്റ്റൻസിൽ നമ്മൾ ചെറിയൊരു സെക്ഷൻ എടുക്കുന്നുണ്ട്, അത് DX എന്ന് പറയുന്നു അല്ലേ. അപ്പം അതുപോലെ QXും QX+DX പറയുന്നുണ്ട്. ക്രോസ് സെക്ഷൻ ഏരിയ പറയുന്നുണ്ട്. ഹീറ്റ് ഫ്ലക്സ് Q ഫിൻ അല്ലേ, ഫിന്നിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് പറയുന്നുണ്ട്. ഓക്കെ, പുറമേ ഉള്ളത് ടെമ്പറേച്ചർ T ഇൻഫിനിറ്റി എന്ന് പറയുന്നുണ്ട്, തിക്നെസ് T ആണെന്ന് പറയുന്നുണ്ട്, വിഡ്ത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുള്ളത്. അപ്പോൾ അവർ ഈ ഒരു അനാലിസിസ് ചെയ്യാൻ വേണ്ടി കുറച്ച് അസംഷൻസ് പറയുന്നുണ്ട്. നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. 1 ഡയമെൻഷണൽ കണ്ടക്ഷൻ ഇൻ X ഡയറക്ഷൻ. 1 ഡയമെൻഷണൽ കണ്ടക്ഷനാണ്, ഇൻ X ഡയറക്ഷനിലാണ് എടുക്കുന്നത്. ഹോമോജിനിയസ് ആൻഡ് ഫിൻ മെറ്റീരിയൽ ഹാവ് എ യൂണിഫോം തെർമൽ കണ്ടക്ടിവിറ്റി. ഹോമോജിനിയസും ആണ്, അതേപോലെ യൂണിഫോം തെർമൽ കണ്ടക്ടിവിറ്റി ആണ് ഈ ഒരു സെക്ഷൻ, ഈ ഒരു ഫിന്നിന്. നോ ഇൻറ്റേർണൽ ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദ ഫിൻ. ഓക്കെ, ഫിന്നിൻ്റെ ഉള്ളിൽ ഹീറ്റ് ജനറേഷൻ നടക്കുന്നില്ല, സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് കണ്ടക്ഷനാണ് നടക്കുന്നത്. അതേപോലെ റൗണ്ട് സെക്ഷൻ്റെയും നമുക്ക് എടുക്കാം. ഫിൻ ഓഫ് ക്രോസ് സെക്ഷൻ, സർക്കുലർ ഫിന്നിൻ്റെ കണ്ടീഷനും ഇതേപോലെ അവർ പറയുന്നുണ്ട്. ചെറിയൊരു ക്രോസ് സെക്ഷൻ, ചെറിയൊരു സെക്ഷൻ അതിൻ്റെ ഇടയിൽ നിന്ന്, ഫിന്നിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, L ലെങ്ത്തിലുള്ള പീസാണ്. ഏരിയ നമുക്കറിയാം, π/4d², തിക്നെസ് D, ഡയമീറ്റർ D, പെരിമീറ്റർ വന്നിട്ടുണ്ട് P = πd. ഓക്കെ, പിന്നെ ബേസ് ടെമ്പറേച്ചർ അറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. എയറിൻ്റെ ടെമ്പറേച്ചറും അതുപോലെ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റും ഒക്കെ പറയുന്നുണ്ട്. അതിന് കുറച്ച് അസംഷൻസ് താഴെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. യൂണിഫോം കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ഓവർ ദ എൻറ്റയർ സർഫസ് ഓഫ് ദ ഫിൻ. റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് നെഗ്ലക്റ്റഡ്. ഓക്കെ, അപ്പം എന്താണ് മെറ്റീരിയൽ ലെങ്ത്ത്, വിഡ്ത്ത്, തിക്നെസ്, പെരിമീറ്റർ. ഇപ്പം നമ്മൾ റെക്ടാങ്കുലർ പീസിൻ്റെ ഫിന്നിൻ്റെ കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻസൊക്കെ ഡിറൈവ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ 2B+T × M. എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ ഫിൻ. അതേപോലെ ടെമ്പറേച്ചർ TB, ടെമ്പറേച്ചർ ഓഫ് ദ ബേസിൻ്റെ ടെമ്പറേച്ചറാണ് ഓർമ്മിക്കണേ. പ്രോബ്ലത്തിലൊക്കെ വളരെ ആവശ്യമുള്ളതാണ്. അങ്ങോട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യം TB എന്ന് പറയുന്നത് ബേസ് ടെമ്പറേച്ചറാണ്. ബേസ് മീൻസ് വാൾ ടെമ്പറേച്ചർ. അല്ല, ആ ഒരു വാളിന് മുകളിലാണ് ഈ ഒരു ഫിൻ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്, വാളിൻ്റെ ടെമ്പറേച്ചറാണ് TB എന്ന് പറയുന്നത്. T ഇൻഫിനിറ്റി എന്ന് പറയുന്നത് സറൗണ്ടിങ് ആംബിയൻ ടെമ്പറേച്ചർ. ഇതും ഓർമ്മിച്ച് വെക്കുക, മാറിപ്പോകരുത്. സറൗണ്ടിങ് ആംബിയൻ ടെമ്പറേച്ചറാണ് T ഇൻഫിനിറ്റി. H എന്ന് പറയുന്നതാണ് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്, നമുക്കറിയുന്നതാണ്. K തെർമൽ കണ്ടക്ടിവിറ്റി നമുക്കറിയുന്ന കാര്യമാണ്. അടുത്ത് പറയുന്നത് എനർജി ബാലൻസ് ടു ആൻ എലമെൻറ്റ് ഓഫ് ദ ഫിൻ ഓഫ് ലെങ്ത് DX അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം ദ സർഫസ് ഈസ് അപ്ലൈഡ്. ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ എലമെൻറ്റ്. നമ്മൾ ആ ഇക്വേഷനിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ എന്താണ് ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ എലമെൻറ്റ്. നമ്മളൊരു എലമെൻറ്റ് ചെറിയൊരു സെക്ഷൻ എടുത്തു എന്ന് പറഞ്ഞു, അത് നമുക്ക് എലമെൻറ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ അതിന് എങ്ങനെയാണ് അതിലേക്ക് പറയുന്നത്? ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ എലമെൻറ്റ് S ഡയറക്ഷനിലാണ് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്
ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു എലമെൻറ്റിലേക്കുള്ള ഹീറ്റ് കണ്ടക്ഷൻ അങ്ങനെയാണ് ഈക്വൽ ടു ഹീറ്റ് കണ്ടക്റ്റഡ് ഔട്ട് ഓഫ് ദ എലമെൻറ്റ് പുറത്തേക്ക് പോകുന്ന ഹീറ്റും പ്ലസ് ഹീറ്റ് കൺവെക്റ്റഡ് എവേ ഫ്രം ദ എലമെൻറ്റ്. മീൻസ് എന്താണ്, പുറമേക്ക് വന്ന എയറിലേക്ക് പോകുന്നത് ആ ചെറിയൊരു എലമെൻറ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു എലമെൻറ്റ്, ഈ ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള റീജിയന്ന് ഉള്ള ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആണ് കാണുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ ആ ഒരു എലമെൻറ്റിലേക്ക് വരുന്ന ഹീറ്റ് ഈക്വൽ ടു അവിടുന്ന് എന്താണ് എക്സ് ഡയറക്ഷനിലേക്ക് പുറമേക്ക് പാസ് ചെയ്ത് പോകുന്ന എലമെൻറ്റ് പ്ലസ് ആ ഒരു ചെറിയ സെക്ഷനിൽ പുറമേക്ക് എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ട്. അത് രണ്ടും ആഡ് ചെയ്തതാണ് ഇതിലേക്ക് വരുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ഇൻലെറ്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഡയറക്ഷനിൽ ഈ ഒരു എലമെൻറ്റിലേക്ക് വരുന്ന ഹീറ്റ് ഈക്വൽ ടു അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന കണ്ടക്ഷൻ ത്രൂ റിലീസ് ചെയ്യുന്നതും കൺവെക്ഷൻ ത്രൂ റിലീസ് ചെയ്യുന്നതിൻ്റെ സമ്മാണെന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് അങ്ങനെ എഴുതാം, ക്യു എക്സ് ഈക്വൽ ക്യു എക്സ് പ്ലസ് ഡി എക്സ് അല്ലേ. ആ എലമെൻറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു ഹീറ്റ് പ്ലസ് കൺവെക്ഷൻ ത്രൂ പോകുന്ന ഹീറ്റ്. അപ്പോൾ അങ്ങനെ നമുക്കതിനെ മാറ്റി എഴുതാം. നമുക്ക് കണ്ടക്ഷൻ്റെ ഇക്വേഷൻ അറിയാം. മൈനസ് കെ എ ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് കെ എ ഡി ടി ബൈ ഡി എക്സ് പ്ലസ് എന്താണ് രണ്ടാമത്തെ ടേം, മൈനസ് കെ എ ഡി ടി ബൈ ഡി എക്സ് എക്സ് പ്ലസ് ഡി എക്സ് ആണ്, എക്സ് പ്ലസ് ഡി എക്സ് ആണ്, പ്ലസ് എച്ച് എ ടി മൈനസ് ടി ഇൻഫിനിറ്റി. എ എന്ന് പറയുന്നത് ഏരിയ, ആ സെക്ഷൻ്റെ ഏരിയ. അപ്പം അങ്ങനെ നമുക്ക് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഡി ടി ബൈ ഡി എക്സ് എക്സ് പ്ലസ് ഡി എക്സ്, ആ ചെറിയൊരു സെക്ഷൻ എലമെൻറ്റിൽ നിന്ന് പുറമേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന എലമെൻറ്റിൽ നിന്ന് പുറമേക്ക് കണ്ടക്ഷൻ ത്രൂ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതിൻ്റെ വിലയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാണ് ഡി ടി ബൈ ഡി എക്സ് എക്സ് പ്ലസ് ഡി എക്സ് ഈക്വൽ ടു എന്താണ്, അങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. ഡി ടി ബൈ ഡി എക്സ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഡി ടി ബൈ ഡി എക്സ് എക്സ് ഡി എക്സ് എന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം അല്ലേ. അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതാണ്. ഓക്കെ, എങ്ങനെ എഴുതാം? സബ്സ്റ്റാൻഡിങ് ദ എബോവ് എക്സ്പ്രഷൻ ഇൻ ഇക്വേഷൻ 21 വി ഹാവ് അല്ലേ. നമ്മൾ ഈ പറഞ്ഞ വി നോ എന്ന് പറഞ്ഞ ആ ഒരു എക്സ്പ്രഷൻ നമ്മൾ മുകളിലത്തെ ഇക്വേഷനിലേക്ക് നമ്മൾ എടുത്തെഴുതി. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഇനി എന്ത് ചെയ്യാം, നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തുകൂടെ? എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയത് നോക്കാം. കെ എ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി ടി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് അല്ലേ. കാരണം ഈ ഒരു ടേമിനാണ്, ഈ ഒരു എന്താണ് ഫസ്റ്റ് ടേമിന് നമ്മൾ എക്സ്പ്രഷൻ ചെയ്ത് എഴുതിയ ആ ഒരു ടേമിനെ നമ്മൾ ഈക്വൽ ടുവിന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്താണ്, അവിടെയുള്ള രണ്ട് സെയിം ആയിട്ടുള്ള രണ്ടെണ്ണം അത് കട്ട് ചെയ്ത് പോകും. ബാക്കിയുള്ള കെ എ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി ടി ബൈ ഡി എക്സ് മാത്രം ബാക്കി വരും. ഈക്വൽ ടു ആ ഒരു കൺവെക്ഷൻ്റെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ആ ഒരു ഇക്വേഷൻ കൂടി അവിടെ വരും അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, അതാണ് ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എച്ച് പി കെ എ ബ്രാക്കറ്റിൽ ടി മൈനസ് ടി ഇൻഫിനിറ്റി ഈക്വൽ ടു 0. ആ ഇക്വേഷൻ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. ഫൈനലി ആ ഒരു ടി മൈനസ് ടി ഇൻഫിനിറ്റി നമുക്കൊരു തീറ്റ എന്ന് പറയാം. തീറ്റ എന്ന് കൊടുത്തു. ഓക്കെ, തീറ്റ എന്ന് നമ്മളൊരു ടേമിലേക്ക് എടുത്തിട്ട് തീറ്റ എന്ന് പറയുന്നത് ടി മൈനസ് ടി ഇൻഫിനിറ്റി ആണ്, ഓർമ്മിച്ചേക്കണം. അത് നമുക്ക് അങ്ങോട്ട് ആവശ്യമുള്ളതാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കിത് വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ അങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇക്വേഷൻ 22 എന്ന് നമ്പറും കൊടുത്തു. ഓക്കെ, 22 എന്ന് നമ്പറും കൊടുത്തു. അടുത്ത വേർ തീറ്റ ഈക്വൽ ടി മൈനസ് ടി ഇൻഫിനിറ്റി. ടി ഇൻഫിനിറ്റി ആണ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് എം ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് പി ബൈ കെ എ. നിങ്ങൾക്ക് കാണാം ഇക്വേഷനിൽ എച്ച് പി ബൈ കെ എ. അതിന് നമ്മൾ എന്താക്കിയെടുക്കുകയാണ്, റൂട്ട് ഓഫ് എച്ച് പി ബൈ കെ എനെ നമ്മൾ എം എന്ന് ടേമിലേക്ക് എടുക്കുകയാണ്. ഓക്കെ, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുകയാണ്. വേർ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് ടി മൈനസ് ടി ഇൻഫിനിറ്റി എടുത്തു. എം എന്ന് പറയുന്നത് എച്ച് പി റൂട്ട് ഓഫ് എച്ച് പി ബൈ കെ എന്നും എടുത്തു. ഓർമ്മിച്ച് വെക്കണേ, പ്രോബ്ലത്തിൽ ആവശ്യമുള്ളത് നമുക്ക്
ഈ ഒരു എം കണ്ടുപിടിക്കാനൊക്കെ പ്രോബ്ലത്തിൽ കുറേ ചോദിക്കും. നമുക്ക് എച്ച് പിയും കെ എയും ഒക്കെ വാല്യൂ തന്നിട്ട് എം കണ്ടുപിടിക്കാൻ പറയും. പിന്നെ അതിലൂടെ എന്താണ് തീറ്റേൻ്റെ വാല്യൂസൊക്കെ തരും. അതിലൂടെ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. അപ്പോൾ ഇത് നമ്മൾ പ്രോബ്ലത്തിന് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ആ ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി ഡി തീറ്റ ബൈ ഡി എക്സ് ഈക്വൽ ടു ഒന്നും കൂടി നമ്മളൊന്ന് മാറ്റുക. ഡി തീറ്റ ബൈ ഡി എക്സ് എന്താണ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ് എന്നും ഡി സ്ക്വയർ തീറ്റ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ത് എഴുതാം, ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ഇവിടത്തേക്ക് കൊണ്ടുവരാണ്, മുകളിലത്തെ 22 ഇക്വേഷനിലേക്ക് കൊണ്ടുവരാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് എം ഈക്വൽ ടു എച്ച് പി ബൈ കെ എ ആൻഡ് ഡി സ്ക്വയർ തീറ്റ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി എക്സ് സ്ക്വയർ ഉണ്ട്, ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ഇക്വേഷൻ ഒന്നും കൂടി മാറ്റി എഴുതി ഡി സ്ക്വയർ തീറ്റ ബൈ ഡി എക്സ് മൈനസ് എം സ്ക്വയർ തീറ്റ ഈക്വൽ ടു 0 എന്ന് നമ്മളൊന്നും കൂടി മുകളിലത്തെ 22 ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, നമുക്കങ്ങനെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി എന്താണ്, ദ പാരാമീറ്റർ എം ഈസ് കോൺസ്റ്റൻറ്റ്. പാരാമീറ്റർ എം ഈസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നുണ്ട് ബിക്കോസ് എച്ച് ആൻഡ് കെ ആർ അസ്യൂംഡ് കോൺസ്റ്റൻറ്റ്. എച്ചും കെയും നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ പാരാമീറ്റർ എം കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം നമുക്കല്ലേ. ദെൻ ദ ജനറൽ സൊല്യൂഷൻ ഫോർ ദ എബോവ് ഇക്വേഷൻ എന്താണ്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് നമ്മൾ മുകളിലത്തെ ഇക്വേഷൻ നമ്മൾ മാത്സ് പഠിച്ച ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനില്ലേ, അത് വെച്ച് നമ്മളൊന്ന് സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്താക്കി എഴുതാം, തീറ്റ ഈക്വൽ ടു C1 ഇ റേസ് ടു എം എക്സ് പ്ലസ് C2 ഇ റേസ് ടു മൈനസ് എം എക്സ് ഇങ്ങനെ ടേമിലേക്ക് നമ്മൾ മാറ്റി എഴുതി. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു ടേമിലേക്ക് നമ്മൾ മാറ്റി എഴുതുന്നത്. മോള് പറഞ്ഞ ഇക്വേഷൻസ് നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പ്രകാരമാണ് ഇങ്ങനെ മാറ്റി എഴുതുന്നത്. ഇത് നമ്മൾ +2 പഠിക്കുന്നതാണ്. +2 നിങ്ങളെല്ലാവരും പഠിച്ച കാര്യമായിരിക്കും ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഇക്വേഷനിലേക്ക് മാറ്റി എഴുതുന്നത്. കാരണം നമ്മൾ അതിൻ്റെ ആ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇവിടെ ഒന്നും ഡിറൈവ് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ ഓൾറെഡി +2 പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതിനി നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക, എക്സാമിന് എഴുതുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി എന്ത് ചെയ്യുക, ഒന്നും കൂടി ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ഹൈപ്പർബോളിക് സൈൻ ആൻഡ് ഹൈപ്പർബോളിക് കൊസൈൻ ഫംഗ്ഷൻ അല്ലേ. ഇതും പഠിച്ച കാര്യമാണ്. നമുക്ക് സൈൻ ഫംഗ്ഷനിലും കൊസൈൻ ഫംഗ്ഷനിലും നമുക്ക് എഴുതാം. ദസ് വി ഹാവ് എങ്ങനെ എഴുതാം, തീറ്റ C1 cos h mx പ്ലസ് C2 sin h mx. ഇക്വേഷൻ പഠിക്കണം. ഇത് നമുക്ക് പ്രോബ്ലത്തിൽ ചോദിക്കേണ്ട അധിക പ്രോബ്ലത്തിലും ഈ ഇക്വേഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. തീറ്റ ഈക്വൽ ടു C1 cos h m ബ്രാക്കറ്റ് L minus x plus C2 sin h m L minus x. 3 different conditions are possible for this fin. They are എന്തൊക്കെയാണ്? ഓക്കെ, ഇനി നമ്മൾ കണ്ടീഷൻസ് എടുക്കുകയാണ്. അപ്പം 3 പോസിബിൾ കണ്ടീഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു 3 പോസിബിൾ കണ്ടീഷൻസ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ അധികവും ചോദിക്കുക. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷനാണ് ചോദിക്കുക. അതിൻ്റെ ഇക്വേഷൻ 3 ഇക്വേഷൻസ് ഉണ്ട്, 3 ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്, അതിന് ഒരു ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. പഠിച്ചു വെക്കൽ മീൻസ് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷൻസ് ഒക്കെ നിങ്ങളുടെ ഡാറ്റാ ബുക്കിലുണ്ട്. ഡാറ്റാ ബുക്ക് നിങ്ങൾക്ക് എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതിൽ നോക്കി നിങ്ങൾക്ക് ഇതിലെ ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിൽ ഏത് ഇക്വേഷൻ എവിടെ എടുക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പം അതിൻ്റെ ബേസിലാണ് പറയുന്നത്. 3 കണ്ടീഷൻസ് ഉണ്ട്. 3 കണ്ടീഷനും 3 ഇക്വേഷനാണ്. അപ്പം നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ബേസ് ആക്കിയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഇക്വേഷൻ എടുക്കണം എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം നോക്കുക. നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നതാണ് എന്താണ്, ദ ഫിൻ ഈസ് ഇൻഫിനിറ്റ്ലി ലോങ്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, ദ ടെമ്പറേച്ചർ അറ്റ് ദ ടിപ്പ് ഓഫ് ദ ഫിൻ ഈക്വൽ ടു സറൗണ്ടിങ് ടെമ്പറേച്ചർ. അപ്പം ദ ഫിന്ന് ഇൻഫിനിറ്റി ലോങ് ആണ്, ലെങ്ത് തന്നിട്ടില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് ഫിന്നിൻ്റെ ഏറ്റവും ടിപ്പിലുള്ള ടെമ്പറേച്ചറും സറൗണ്ടിങ് ടെമ്പറേച്ചറും ഈക്വൽ ആണെന്ന് നമുക്ക് അങ്ങ് അസ്യൂം ചെയ്യാം. അപ്പോൾ എന്താണ്, T = ∞ at x = ∞.
ഫിന്നിൻ്റെ ലെങ്ത് ഇൻഫിനിറ്റി ആകുന്ന കണ്ടീഷനിൽ എന്താണ് സറൗണ്ടിങ് എയറിൻ്റെ ടെമ്പറേച്ചറും സെയിം ആയിരിക്കും. നമുക്ക് നോർമൽ തിങ്കിങ്ങിന് ആലോചിച്ചിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇത്രയും ലെങ്ത് പോകണമെങ്കിൽ ഈ ഒരു ബേസിലുള്ള ടെമ്പറേച്ചറാണ് അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതിനുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, എൻജിൻ, 2 വീലേഴ്സിൻ്റെ ഒക്കെ എൻജിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഹീറ്റ് പുറമേക്ക് റിലീസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഫിൻ എന്ന് പറയുന്ന സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ എൻജിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഹൈ ടെമ്പറേച്ചർ അല്ലെ ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് തന്നത് ഈ ഫിന്നിലൂടെയാണ്. അപ്പം ബേസിൽ എന്താണ് ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. പക്ഷെ ഫിന്നിൻ്റെ അറ്റത്തോട്ട് പോകുമ്പോൾ ഫിന്നിൻ്റെ എൻഡിലേക്ക് പോകുന്ന ടൈമിൽ എന്താണ് ടെമ്പറേച്ചർ കുറഞ്ഞ് വരികയില്ല ചെയ്യുക. അപ്പം മാക്സിമം ഡിസ്റ്റൻസിലേക്ക് പോകുമ്പം എന്താണ് സറൗണ്ടിങ് എയർ ടെമ്പറേച്ചറും ഈ ഫിന്നിൻ്റെ ടിപ്പ് ടെമ്പറേച്ചറും ഈക്വൽ ആയിരിക്കും. അതാണ് ഈ കണ്ടീഷനിൽ പറയുന്നത്. ഇൻഫിനിറ്റി ലോങ് ആയ ഒരു ഫിന്നാണെങ്കിൽ അതിൻ്റെ ടിപ്പിലുള്ള ടെമ്പറേച്ചർ സറൗണ്ടിങ് ടെമ്പറേച്ചറും ഈക്വൽ ആയിരിക്കും. ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ, ടിപ്പ് ഓഫ് ദ ഫിൻ ഈസ് ഇൻസുലേറ്റഡ് ആൻഡ് ഷോർട്ട് ഫിൻ, രണ്ടാമത്തെ കണ്ടീഷനാണ്. ഇതിൻ്റെ ഇക്വേഷനും ബൗണ്ടറി കണ്ടീഷൻ കാര്യങ്ങളും ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്, താഴോട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഓർമ്മിച്ച് വെക്കുക. മൂന്നാമത്തെ പറയുന്നത്, ദ ലെങ്ത് ഓഫ് ദ ഫിൻ ഈസ് ഷോർട്ട് ആൻഡ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ബൈ കൺവെക്ഷൻ ആൻഡ് ഇൻഡ് നോട്ട് ഇൻസുലേറ്റഡ്. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ദ ലെങ്ത് ഓഫ് ദ ഫിൻ ഈസ് ഷോർട്ട്, അല്ലേ? ഫിന്ന് വളരെ ഷോർട്ടാണ്. ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ബൈ കൺവെക്ഷൻ ഉണ്ട്. അതേപോലെ എൻ നോട്ട് ഇൻസുലേറ്റഡ്, എൻ്റെ ഇൻസുലേഷൻ ചെയ്തിട്ടില്ല. ചെയ്യാതൊരു കണ്ടീഷൻ, ചെയ്ത കണ്ടീഷൻ, അങ്ങനെ 2 കണ്ടീഷൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൽ ഓരോ കണ്ടീഷൻസ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അത് വെച്ചിട്ട് കുറേ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. ആ പ്രോബ്ലംസും നമുക്ക് ചെയ്യാം.